الأنوار إلى صدره 3 مرات وكما قال شفيعنا محمد المصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا جدني بجودك أرضني برضاك جدني بجودك أرضني برضاك جدني بجودك أرضني برضاك يا سيدي مددي سندي ويا هددي مؤيدي مددي عمدي على شددي مسيدي سددي ألضي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين 5 نطفي بها الروضاء الحق ماء المصطفى والمرتضى وابناهما والفاطمة. സദസ്സിന്റെ പ്രഭാഷണത്തിലേക്കും ആമുഖത്തിലേക്കും എല്ലാം കടക്കുന്നതിനു മുമ്പ് ഈ വിശുദ്ധ പരിപാടി ഏതൊരു സഹോദരന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്നുവോ സ്ഥിതി സംഹാരകർത്താവുമായ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ സൂക്ഷ്മതയുടെ നേട്ടങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിലൂടെ ജീവിതത്തിന്റെ വലിയ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ആ സൂക്ഷ്മത നിലനിർത്തുവാനും സൂക്ഷ്മത കൊണ്ട് കിട്ടുന്ന വിജയം വരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ വഴിത്താരകളിൽ ചെയ്തു പോയ സർവ്വവിധ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു തരികയും സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ സൽവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു സാധുക്കളും പാപികളുമായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ധാരാളം സഹകരിച്ച് സഹായിച്ച വളരെ ഓടി നടന്ന് ഈ ഒരൊറ്റ ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് പരിശ്രമിച്ച അൻസാറുൽ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിൽ നിന്ന് കൊടുക്കുന്ന സാമ്പത്തിക സഹായം അവർക്ക് തകരാറിലായി പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും പ്രതീക്ഷിച്ചു കഴിയുന്ന ഞാനിവിടെ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് പോയി കണ്ട ഷരീഫ് എന്ന് പറയുന്ന ആ യുവ സുഹൃത്തിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് വലിയ ഷിഫാഇന്റെ സൗഭാഗ്യം അള്ളാഹു കൊടുത്ത് പൂർണ്ണമായും അനുഗ്രഹം കൊണ്ട് പൊതിയുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി കസേര കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തെ സംഘാടകരൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്രദമായി. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ സ്ത്രീകൾ കുഞ്ഞുമക്കളെയും മറ്റുമൊക്കെ ആയി വന്ന് ഒരുപാട് പ്രയാസപ്പെടുമ്പോൾ സദസ്സിന്റെ ഏറ്റവും പുറകുഭാഗത്ത് ധാരാളം സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയല്ലാത്തത് കൊണ്ട് സംഘാടകർ കഴിയുമെങ്കിൽ ഇവിടെ നിന്നെങ്കിലും കുറച്ച് കസേര കൂടി കൊണ്ടുവന്ന് സ്ത്രീകളുടെ ഭാഗത്ത് ഒഴിവായ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ സ്ഥലങ്ങളിലേക്ക് കസേര നിരത്തി അവരെ ഇരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സദസ്സിന്റെ സ്ത്രീകൾ ഇരിക്കുന്നതിന്റെ മുൻവശത്ത് കുറേ സ്ഥലങ്ങൾ അൽഹംദുലില്ലാഹ് ഒഴിവായി കിടപ്പുണ്ട്. ആ ഭാഗത്തൊക്കെ വേണമെങ്കിൽ കസേര കൊണ്ടിട്ട് സ്ത്രീകളെ അവിടെ ഇരുത്താൻ ശ്രമം നടത്താം. പുരുഷന്മാരൊക്കെ ഉള്ള സൗകര്യത്തിൽ അൽഹംദുലില്ലാഹ് പൊരുത്തത്തോടുകൂടി ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്നൊരു വലിയ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട കോയാക്കുട്ടി ഉസ്താദിന്റെ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കാളമ്പാടി ഉസ്താദിന് ശേഷം കാളമ്പാടി ഉസ്താദിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ശേഷം സമസ്തയ്ക്കൊരു നേതൃത്വം എന്ന് പറയാൻ ചർച്ച ചെയ്യുമ്പോൾ ആദ്യത്തെ പേര് ബഹുമാനപ്പെട്ട ഈ ഉസ്താദിൻ്റെത് തന്നെയാണ്. ആ വിനയവും ആ ഇഖ്ലാസും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഗുരുനാഥന്മാരുടെ പൊരുത്തത്തിന്റെ കീഴിൽ തന്നെ വളരെ അറിവില്ലാത്ത പാപികളായ നമുക്ക് അള്ളാഹു സൗഭാഗ്യം തെളിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സൂക്ഷ്മത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ ഉള്ളത്. ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുക എന്നതിനപ്പുറം അതിന്റെ പൂർണ്ണമായ സത്ത് എന്ന് പറയുന്ന സൂക്ഷ്മത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആരാധനയുമായി ബന്ധപ്പെടുന്ന വളരെ ചുരുക്കം ചിലരെ മാത്രമേ നമ്മുടെ നാട്ടിലും വീട്ടിലും പള്ളികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാപകലില്ലാതെ ചെയ്യുന്ന ആരാധനകൾക്ക് സൂക്ഷ്മത എന്ന് പറയുന്ന ഗൗരവമുള്ള സത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പ്രതിഫല ശൂന്യമായി തീരാൻ വളരെ സാധ്യതയേറെയാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് നമ്മുടെ കൈകളിലേക്ക് തരുമ്പോ പ്രായപൂർത്തിയായത് മുതൽ അവിടെ നിങ്ങോട്ട് സ്വന്തം ഉത്തരവാദിത്വത്തിലും അള്ളാഹു പടച്ചതമ്പുരാൻ തന്ന ആരോഗ്യത്തിലും ഭൗതിക ലോകത്തിന്റെ ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനും നിങ്ങളും ചെയ്തു പോരാ സർവ്വ നന്മകളും തിന്മകളും രേഖപ്പെടുത്തി വെക്കുന്ന കിതാബ് നമ്മുടെ കൈകളിലേക്ക് തരുമ്പോ ഈ ദുനിയാവിൽ ജനങ്ങളെ കാണിക്കാനും ജനങ്ങളുടെ കയ്യടി കിട്ടാനും വേണ്ടി ഞാനും നിങ്ങളും ചെയ്ത സർവ്വ അഅ്മാലുകളും അതിന്റെ കത്ത് തിന്മകളുടെ പട്ടികയിൽ എഴുതി ചേർത്തിരിക്കുമ്പോൾ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ സർവ്വവിധ ആപത്തുകളും നാളെ പരലോകത്ത് നേരിടേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന കവാടം രണ്ട് വ്യക്തികളുടെ സംഭവത്തിലൂടെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആ രണ്ട് വ്യക്തികൾ ധാരാളം പ്രത്യേകതകൾ ഈ ദുനിയാവിന്റെ ദുരിക്ക് പുറത്ത് സമർപ്പിച്ചവരാണ്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ മാടപ്രാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയുടെ മാടപ്രാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സഅലബത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പള്ളിയിൽ നിന്ന് മാറുകയില്ല, സദാസമയവും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പള്ളിയിലുണ്ടാവും. ഇബാദത്തുകൾക്ക്, ആരാധനകൾക്ക് അതിന്റെ മാധുര്യം പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സദാസമയവും അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് സമയം ചിലവഴിച്ചിരുന്ന സഅലബ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കകത്തിരുന്ന് ദുആഇലിരിക്കാതെ ദിക്റിലിരിക്കാതെ ധൃതിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയോടുന്ന സഹലബത്തിനോടൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹലബ എന്തിനാണ് ധൃതിവെച്ച് നീ ഇറങ്ങി ഓടുന്നത്? ദിക്റ് ചൊല്ലാനും പ്രാർത്ഥന ചെയ്യാനും നിനക്ക് സമയമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ സഹലബ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി, എന്റെ പ്രിയമുള്ളവരെ, എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ നബിയേ, ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ, അവൾക്ക് ഔറത്ത് മറക്കാൻ പാകമാകുന്ന തരത്തിൽ വസ്ത്രം വേറെയില്ല. ഞാൻ ഈ നമസ്കരിച്ച വസ്ത്രം കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവർക്ക് ഔറത്ത് മറച്ചുകൊണ്ട് നിസ്കരിക്കാൻ. അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ നേർച്ചൊടിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സഅലബത്തിന് അല്ലാഹുവിന്റെ റസൂൽ നിറകണ്ണുകളോടെ നോക്കിയിട്ട് സഅലബത്തിന്റെ കരങ്ങളിലേക്ക് ഒരു ആടിന്റെ കയറ് പിടിച്ചു കൊടുക്കുകയാണ്. ആടിന്റെ കയർ അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്താക്കപ്പെട്ട ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് സഅലബത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സഅലബ, സാമ്പത്തികമായി നീ വളരാൻ പോവുകയാണ്. സഅലബത്ത് വാങ്ങി അനുഗ്രഹീതരുടെ കരത്തിൽ നിന്ന് വാങ്ങുന്നതിന് വല്ലാത്ത പുണ്യമാണ്. അങ്ങനെ വാങ്ങിയിട്ട് സഅലബത്ത് വളരുകയാണ്. സഅലബത്ത് ധാരാളം സമ്പത്തിന്റെ സ്വത്തിന്റെ ഉടമയായി മാറി. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ഒരു വഖത്ത് പോലും ഒഴിവാങ്ങാതെ കൃത്യമായി അവ്വൽ ജമാഅത്തിൽ ഓടിയെത്തിക്കൊണ്ടിരുന്ന സഅലബത്ത് പിന്നെ പള്ളിയിൽ വരാതായി.
കാരണം എന്തേ? സാമ്പത്തികം കുറെ കടന്നു വന്നപ്പോൾ സഅലബത്തിന്റെ സൂക്ഷ്മത എന്ന് പറയുന്ന വാടിക്ക കൊട്ടാരത്തെ പൈശാചികമായ വിപ്ലവം തല്ലിത്തകർത്ത് തരിപ്പണമാക്കുകയാണ്. പിന്നെ ഇബാദത്തിൽ സൂക്ഷ്മത പാലിക്കാൻ സഅലബത്തിന് കഴിഞ്ഞില്ല, ജമാഅത്തിൽ സൂക്ഷ്മത പാലിക്കാൻ സഅലബത്തിന് കഴിഞ്ഞില്ല. പ്രവാചക പ്രേമത്തിന്റെ അകക്കാമ്പിൽ ഒഴുകി വന്നിരുന്ന സഅലബത്തിന് ആ സ്നേഹത്തിന്റെ നീരുറവയിൽ സൂക്ഷ്മത കാണിക്കാൻ സാധിക്കാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് സഅലബത്തിനെ കാണാതായി. ആദ്യം ഓരോ വക്കത്തിനെത്താറായി, പിന്നെ തീരെ നിസ്കാരത്തിന് വരാറായി, പള്ളിക്കകത്ത് കാണാറായി. അവസാനം ഇസ്ലാമിൽ നിർബന്ധമായ സക്കാത്ത് പോലും സഅലബത്ത് കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ എന്റെ കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണെന്ന് പറയാൻ മാത്രം സഅലബത്തിന്റെ മനസ്സിന് ഒഴുക്കം കൊടുത്തത് തകർന്നുപോയ സൂക്ഷ്മതയുടെ കൊട്ടാരങ്ങളുടെ കാരണമാണ് എങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മിൽ ഈ നിറഞ്ഞിരിക്കുന്നവരിൽ എത്ര പേരാണ് അങ്ങനെയുള്ളത്? എത്ര പേരാണുള്ളത്? സുഖം വന്നപ്പോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ആഡംബരത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം അല്ലാഹു തന്നപ്പോ എത്രയോ സഹോദരിമാരുണ്ട്. സുഖവും സന്തോഷവും കൈവന്നപ്പോ അള്ളാഹുവിനെ കൈവിട്ട് കളഞ്ഞ മടയന്മാരും മണ്ടികളുമായ എത്രയോ പേരുണ്ട്. ഇത് ഒന്നാമത് ഒരു മനുഷ്യന്റെ സൂക്ഷ്മത്തിലേക്ക് ആബ്ദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിരിക്കുകയാ. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുകയാ. ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ മഹാന്മാര് നിറകണ്ണുകളോടെ വിട പറഞ്ഞിട്ടുണ്ട്, ഭയന്നുകൊണ്ടല്ല. ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ ഗതകാലത്തിന്റെ പാതകങ്ങൾ വല്ലതും എന്റെ ഖബറിന്റെ അകത്തെന്നെ വേദനിപ്പിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല പുഞ്ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. നിറപുഞ്ചിരിയോടെ മരണക്കിടക്കയിൽ കിടക്കുന്ന ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തീയാളിക്കൊണ്ടിരിക്കുന്ന ഘനഗാംഭീര്യമുള്ള കണ്ണുകളെ കണ്ട് ഭയന്ന് വിറക്കാതെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ശിക്ഷകണങ്ങൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ സമയത്ത് അവിടത്തേക്ക് ചിരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെ കഴിയുന്നു? ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ അള്ളാഹു ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അവരോട് കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാ, പൂർണ്ണ തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ ശ്രദ്ധാവാന പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ, ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഞാൻ സൂക്ഷ്മതക്കേട് കാണിച്ചിട്ടില്ല. അള്ളാഹു പടച്ചതമ്പുരാൻ ദുനിയാവിന്റെ ദരിക് പുറത്ത് ഞാനൊരു സുജൂദ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ? ഞാനൊരു സ്വതക്ക കൊടുത്തിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ മേലിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? അവിടെയൊന്നും ഒരു സൂക്ഷ്മതക്കുറവ് എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു തഖ്വയുള്ളവരെ, സൂക്ഷ്മതയുള്ളവരെ, മുത്തഖീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്. ആ ഇഷ്ടം ഞാൻ ഈ റൂമിൽ കിടന്നുകൊണ്ട് അറിയുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയം പറഞ്ഞതാ, ഞാൻ മരിച്ചു കിടക്കുന്ന റൂമിലേക്ക് നിങ്ങൾ വുദുഇല്ലാതെ കിടക്കാൻ പാടില്ല. വന്നിരിക്കുന്നവരോട് പറയുകയാണ്, ഞാൻ മരണപ്പെട്ട് കിടക്കുന്ന റൂമിലേക്ക് വുദുവെടുക്കാതെ നിങ്ങൾ കിടക്കാൻ പാടില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ, പള്ളിയിൽ പോലും വുദുഇല്ലാതെ കിടക്കാലോ ഉസ്താദേ, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞത്, 75,000 പ്രാവശ്യം ഈ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഞാൻ ഖത്തം ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധി മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനോടുള്ള ആദരവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന. എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടി ജീവിച്ച വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുമ്പോൾ കൊടുക്കുന്ന അന്ത്യവും മോശമായ രീതിയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന അന്ത്യവും, ഉദാഹരണത്തിന് വേണ്ടി 2 ഭാഗത്ത് ഞാൻ നിരത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ? ഏതാ വേണ്ടത്? രണ്ടാമത് പറഞ്ഞതാണ്. അതിനുവേണ്ടി നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് ഈ കുന്നും വരെ എന്തരങ്ങാടിയാ, പടിഞ്ഞാറങ്ങാടി, പിന്നെ പറക്കുളം അല്ലേ?
ആ സ്ഥലത്തേക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് അങ്ങനെ രണ്ടാമത്തെ ഒരു മരണം നമുക്ക് കിട്ടാനാണ്. പക്ഷെ അതൊരു വാത് കേൾക്കുമ്പോൾ പലരും പറയാറുണ്ട്, വാത് കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് സാർ. എന്നാലും തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ കുരിശിന്റെ കിടക്കും കേൾക്കുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നമായിട്ടുള്ള. അത് നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോ എന്ത് ചെയ്യാം. എത്രയോ ആൾക്കാർ പറയാറുണ്ടല്ലേ, എത്ര സഹോദരങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഈ താത്തമാരെ എന്നാ അങ്ങനെ നോക്കാതിരിക്കാൻ വേണ്ടി കിരിക്കില്ലാത്ത കുരിശിടും. അതുമില്ല. അവരെത്രത്തോളം കിരിക്ക് കൂട്ടാൻ പറ്റും അത്രത്തോളം കൂട്ടിക്കൊണ്ടിരിക്കും. നിയന്ത്രിക്കണം സഹോദരിമാരെ. നമ്മളൊക്കെ ഇനി കുറെ കാലം നമ്മൾ ജീവിച്ചില്ലേ, സുഖിച്ചു, സന്തോഷിച്ചു, ആനന്ദിച്ചു. ഇനി നമ്മൾ അതിന്റെ മറുവശത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സൂക്ഷ്മത ഇൻഷാ അള്ളാഹ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒരു പ്രത്യേകമായ സ്ഥാനം കൊടുത്ത് സ്വീകരിച്ചിട്ട് വേണം നമുക്കിവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അള്ളാഹ് പറയുന്ന രീതിയിൽ, ഇന്ന് പറയുന്ന രീതിയിൽ എന്റെ ജീവിതത്തെ മാറ്റാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ഇൻഷാ അള്ളാഹ് തീരുമാനിക്കുമെങ്കിൽ അള്ളാഹു നമുക്ക് വിജയം തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് തയ്യാറല്ലേ? ഇൻഷാ അള്ളാഹ് ഒരു പവറല്ല. കാരണം എന്താണെന്നറിയോ, കേൾക്കാൻ വന്നതിനേക്കാൾ കൂടുതൽ ബാക്കവിയെ അളക്കാനാണ് പലരും വന്നത്. അതാണ് പ്രശ്നം. ഇത് ഏതിൽ പെട്ടതാണ്, ഏത് കൊലയിൽ വിരിഞ്ഞതാണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രയും ജനങ്ങൾ എല്ലാ സദസ്സിലും വന്നിട്ടും പലർക്കും മനസ്സിലായിട്ടില്ല. കാണുന്നതിന് 1 ലക്ഷം, മുത്തം കൊടുക്കുന്നതിന് 2 ലക്ഷം, വണ്ടി കയറ്റുന്നതിന് 4 ലക്ഷം എന്നൊക്കെ പറയാം. അതൊക്കെ എന്റെ വീട്ടിൽ എന്റെ ഉപ്പായനാണ് അറിഞ്ഞതെങ്കിൽ അന്ന് തന്നെ അറ്റാക്ക് വന്നു തീർന്നു. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഒരു 10-20 ദിവസം കൂലിവേലയ്ക്ക് പോയിട്ടാണ് സ്റ്റാമ്പിന് സ്കൂളിൽ കൊടുക്കാനുള്ള 50 പൈസ എന്റെ ഉപ്പ എന്റെ കയ്യിൽ തരും. അത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിച്ചത്. ഇതൊക്കെ അവരറിഞ്ഞാൽ വലിയ സെറ്റപ്പായി. മോനെ കാണുന്നതിന് 1 ലക്ഷം അല്ലേ? ഇതൊക്കെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയാം. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ അളക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. പിന്നെ അസൂയ എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചികിത്സിക്കാനൊന്നും കഴിയൂല. തന്നെ ക്യാൻസറിന് പോലും വരുന്നുണ്ട്. വൃക്ക തകരാറ് വന്ന ഷരീഫ് സാഹിബിന് ആ കൂട്ടുകാരന് വേണമെങ്കിൽ മറ്റൊരാളുടെ വൃക്ക എടുത്തു വെക്കാം. അസൂയ വന്നുപോയ കൽബ് മാറ്റിവെക്കാൻ വലിയ പാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലിയ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ജീവിതത്തിൽ ഒരാളോടും എനിക്ക് അസൂയ തോന്നിപ്പോ. ഇപ്പൊ ഞാനിപ്പോ അജ്മീർ പോയപ്പോ എന്റെ കൂടെ ആലിക്കുട്ടി ഉസ്താദ് വന്നിരുന്നു. അസൂയ സത്യത്തിൽ തോന്നിപ്പോയി എന്നുകൊണ്ടല്ല, അങ്ങനെ ജീവിക്കാൻ ഒരു ഉസ്താദിന് ഇങ്ങനെ സാധിക്കുന്നു എന്നാണ്. അങ്ങനെ ജീവിക്കാൻ ഉസ്താദ് ഇങ്ങനെ വളരെ ശീലിച്ച് കിടന്നപ്പോ വിചാരിച്ച് കാലൊന്ന് ഇറങ്ങി കൊടുക്കാന്ന് വിചാരിച്ച് റൂമിലേക്ക് ചെന്നപ്പോ പറയാം. റൂമിലേക്ക് ചെന്നപ്പോ പറയാം, മോന് കാല് തടവണ്ട, മോൻ വാത് പറയാൻ പോണ ആളല്ലേ, വേറെ ആരെങ്കിലും ഒന്ന് വിട്ടാല് ഞാൻ കാല് വെച്ചു കൊടുക്കുക. കാല് നല്ല വേദനയുണ്ട് പാവപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. 10-35 കൊല്ലമായി മുത്താലിമീങ്ങളെ പടുത്തുയർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇൽമിന്റെ തീരത്തേക്ക് ആലിമീങ്ങളെ, എത്ര വലിയ വലിയ ആലിമീങ്ങളെ ആ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കുക അങ്ങനെയൊക്കെ ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു ഒരു ആലിമിന്? അസൂയ അങ്ങനെ തോന്നാം, അല്ലാതെ അവനെ വെട്ടി മലത്തിയിട്ട് അവന്റെ മണ്ടയിൽ കയറാനുള്ള അസൂയ അത് പാടില്ല. നമ്മളെല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കാൻ. എന്താണ് ഇപ്പൊ അയാളെ വാദന മാത്രം ഇത്ര ആള്, അതെന്താണ്? അത് വേറൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വരികയല്ല, പഠിക്കാൻ വേണ്ടി വരികയല്ല. പല ആരോപണം കേൾക്കും, എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു വരിക. അല്ലാതെ ഇൽമ് ഇത്രയും ജനങ്ങൾക്ക് കൂട്ടി ഇൽമ് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ കൂടെ പഠിച്ച അൻപതിലൊക്കെ പഠിച്ച ആളൊക്കെ വിളിക്കുന്നുണ്ട്. അവരിങ്ങനെ അത്ഭുതത്തോട് ചിന്തിക്കുക, ഇങ്ങനെ ചിന്തിക്കാറ് പല കൂട്ടുകാരും പറയാറുണ്ട്. കാരണം അവര് പഠിക്കുമ്പോഴും ഞാൻ പാട്ടെഴുതുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ അത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമ് അള്ളാഹു വളർത്തി തരട്ടെ. ഗുരുത്വമുണ്ടെങ്കിൽ കിതാബില്ലാതെ ഇൽമ കിട്ടും. പ്രിയമുള്ളവർ, കിതാബില്ലാതെ കിട്ടും ഇൽമ. ഉസ്താദുമാരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ കോടികളുടെ കിതാബ് നമ്മുടെ മനസ്സിന്റെ അകത്ത് കിളിക്കൂട് പോലെ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് തീരുമാനിക്കണം അല്ലേ? കഴിഞ്ഞ പെരുന്നാളിന് നമ്മുടെ കൂടെ സന്തോഷിക്കാൻ വേണ്ടി കൊതിച്ചിരുന്ന അനസ് എന്ന് പറയുന്ന സുഹൃത്ത് നമ്മുടെ കൂടെയില്ല. അടുത്ത വർഷം ആരുണ്ടാവില്ല പറയാൻ കഴിയില്ല. അടുത്ത വർഷം ആരെക്കുറിച്ച് പാട്ട് ആര് പാടും, ആരെഴുതും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരിയുള്ള ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും അസൂയയും വെച്ച് കലഹിച്ച് പരസ്പരം തർക്കിച്ച് ബഹളവും ലഹളയും കാണിച്ച് കടിപിടി കൂടി നായകളെ പോലെ കടിച്ചു കീറി ശവം തിന്നാതെ സൂക്ഷ്മതയ്ക്കു വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. അല്ലാഹുവിന്റെ ആഖിറ ലോകത്തിന്റെ വിജയം അല്ലാഹു ആർക്കാ കൊടുക്കുന്നത്?
അള്ളാഹുവിന്റെ പരലോകത്തിന്റെ പരമോന്നതമായ വിജയം അള്ളാഹു ആർക്കാ കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. നാട്ടിലും തന്റെ വീട്ടിലും തന്റെ ജീവിതത്തിലും ഫിത്ന കൊതിക്കാത്ത, ഫസാദ് കൊതിക്കാത്ത, ഉന്നതിയും ഉയർച്ചയും മോഹിക്കാതെ ജീവിച്ചു പോയവരെ നിങ്ങൾക്കാണ് പരലോകത്തിന്റെ മാധുര്യമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അതിന്റെ സമാപനം അല്ലാഹു പറയുക, വല്ലാഖിബത്തുൽ മുത്തഖീൻ. ആർക്കാണ് അന്തിമ വിജയമെന്നറിയുമോ? 101% തെറ്റാവാണ് പടച്ചതമ്പരാനിൽ പൊരുത്തത്തോടെ ജീവിക്കുന്ന ആ പൊരുത്തത്തിന്റെ ചിറകേറി ആത്മീയതയുടെ കവാടങ്ങൾ തുറന്നുകൊണ്ട് പറന്നു പോകുന്ന അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ മുത്തഖീകൾക്കാണ് അന്തിമ വിജയമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ സൂക്ഷ്മതയിലേക്ക് കടന്നു വരണം എന്റെ പ്രിയപ്പെട്ടവരെ. ഒന്നാമത് സൂക്ഷ്മത കൈവരേണ്ടത് നമ്മുടെ ഇബാദത്തുകളിലാണ്. ഒന്നാമത് സൂക്ഷ്മത കൈവരേണ്ടത് ഇബാദത്തുകളിലാണ്. ഇബാദത്തിന് സൂക്ഷ്മത കൈവരണമെങ്കിൽ വിശ്വാസത്തിന് സൂക്ഷ്മത വേണം. അള്ളാഹു ഉണ്ടോ? അള്ളാഹു ഉണ്ട്. നമുക്ക് വളരെ വ്യക്തമാണ്, നമുക്കറിയാം. നമ്മൾ കൈ ഉയർത്തി കരയുന്നു, ആകാശലോകത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്നു, നിറകണ്ണുകളോടെ റമദാൻ മാസത്തിന്റെ രാവിലും പകലിലും ഒക്കെ നമ്മൾ പൊട്ടിക്കരയുന്നു. അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഒരു നിരീശ്വരവാദിയുടെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് പോയിരുന്നാൽ, ഒരു നിരീശ്വരവാദിയുടെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് പോയിരുന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അള്ളാഹു ഉണ്ടോ? അതിനുള്ള പവർ നിരീശ്വരവാദികൾക്ക് കൊടുത്തിട്ടുണ്ട്. ചില വികാരികൾക്ക് അങ്ങനെയുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ പിടിച്ച് നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മനസ്സുകൊണ്ട് ചിന്തിക്കും അള്ളാഹു ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും. എപ്പോഴാ ചിന്തിക്കുന്നത്? അങ്ങനെയുള്ള നിരീശ്വരവാദികളുടെ ക്ലാസ്സിൽ പോയിരിക്കുമ്പോഴാണ്. ഒരുപാട് കാര്യം നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും പ്രിയമുള്ളവരെ സർവവിധ ജീവിതത്തിന്റെ നന്മകളും തിന്മകളും എല്ലാം ഈ ഭൂമി ലോകത്തിന്റെ സർവനാഡീ ഞരമ്പുകളെയും ചലനം നിയന്ത്രിക്കുന്നത് അള്ളാഹു പടച്ചതമ്പുരാൻ മാത്രമാണ്. ലോകത്തിന്റെ സർവവിധ അത്ഭുതങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു പടച്ചതമ്പുരാൻ. അല്ലാഹു നൂറു സമാവാതി വൽ അർളി മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു പടച്ചതമ്പുരാൻ അവന്റെ പ്രകാശത്തിന്റെ പ്രവർത്തന പ്രഭയെക്കുറിച്ച് മനോഹരമായ ആയത്തുകളിലൂടെ വിശദീകരിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ആ സൃഷ്ടാവായ പടച്ചതമ്പുരാനിൽ അചഞ്ചലമായ വിശ്വാസം എന്റെയും നിങ്ങളുടെയും കൽവിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ, ആ വിശ്വാസത്തിന്റെ സൂക്ഷ്മത നമ്മുടെ കൽവിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ സഹോദരങ്ങളെ ഒരു വക്തത്തെ നിസ്കാരം പോലും നമ്മൾ പാഴാക്കുകയില്ല. ഒരു വക്കത്ത് നിസ്കാരം പോലും നമ്മൾ പാഴാക്കുകയില്ല. നമ്മുടെ മക്കൾക്ക് രോഗം വന്നാൽ ആദ്യമായിട്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അത് വിശ്വാസത്തിന്റെ മാധുര്യമുള്ളവരുടെ മഹത്വമാണ്. എന്നിട്ടാണ് ഡോക്ടറെ കാണുക, എന്നിട്ടാണ് ഡോക്ടറുടെ നമ്പർ നോക്കുക. ആ സൂക്ഷ്മത വിശ്വാസികളുടെ നെഞ്ചകത്തിലേക്ക് കടന്നു വരണമെന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തൗഹീദിന്റെ മാണിക്യമുത്തുകളാണ് ഈ 2 വസ്തുക്കളുടെ ഉള്ളറയിലേക്ക് ഇറങ്ങിപ്പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കണം കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല, മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഈ 2 വിശ്വാസം അങ്ങോട്ട് ഉറപ്പിച്ചത്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ ഈ വിശ്വാസത്തിൽ നിന്നും പുറത്താണ്. അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണ് എന്ന് ലോക്കലായി ചിന്തിച്ചുകൊണ്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പിന്നെ അതിനൊന്നും യാതൊരുവിധ ലൈസൻസും ഇല്ല. എന്തും പറയാൻ വിധങ്ങളെ കുറിച്ച് വായിൽ തോന്നുന്നത് ഓതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ ചവിട്ടിത്തേക്കാൻ നമുക്കൊരു ഹബീബില്ല. അള്ളാഹു ആ മുത്തിനെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടാനും മുത്തിന്റെ ഹൗദ് കുടിക്കാനും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ വിശ്വാസത്തിന്റെ സൂക്ഷ്മത കുറവാണ് പലപ്പോഴും. ഇപ്പൊ ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൽമിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോൾ തല ഇങ്ങനെ മറച്ചിരിക്കുന്നു. ഇവിടെ പോലും ഇങ്ങനെ ധരിക്കുന്നവരുണ്ട് പകുതി.
മോഡലാണ്. പകുതി മറയ്ക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മോഡലൊന്നും ഞാൻ കാണിക്കുന്നില്ല. DPP വാളൊക്കെ ഞാൻ നിർത്തി. പല മോഡലും ഇപ്പൊ തലമറക്കാൻ വേണ്ടി സഹോദരിമാർ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പോട്ടെ, ഇപ്പോ സമയമില്ല. പക്ഷെ ഒറ്റ ദിവസമല്ലേ ഉള്ളൂ. വിശാലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല കോലത്തിലും തല ഇൽമിന്റെ മജ്‌ലിസിലും മറയ്ക്കുന്നവരുണ്ട്. പണ്ട് മരണ വീട്ടിൽ പോകുമ്പോഴെങ്കിലും പൂർണ്ണമായി തലമറയ്ക്കും. ഇന്ന് മരണ വീട്ടിൽ പോകുമ്പോ തലമറയ്ക്കും. കരച്ചിൽ വരുമ്പോ തലേന്ന് തന്നെ ഷാളെടുത്ത് മൂക്ക് പിടിച്ച് തോളിപ്പെടുന്നത് പോകുക. ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുന്ന സദസ്സാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ല തലമറയ്ക്കുന്നത്. ലിയാക്കന്മാരൊക്കെ ഉള്ളതല്ലേ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു അർത്ഥം. അങ്ങനെയാണ്. അല്ലാതെ ഈ സദസ്സിൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇരിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ ആ സഹോദരിമാർക്ക് കുറച്ചുകൂടി ഗൗരവമുണ്ട്. ഇപ്പോൾ തന്നെ പലരും അത് നമുക്ക് വലിയ കഴിവാണ് അല്ലേ? അപ്പോഴത്തന്നെ നേരെ നിക്കാഹിനൊക്കെ പോകുമ്പോ കാണാം, ഈ നിക്കാഹിന് പോയി സദസ്സിൽ നിൽക്കുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ഷാളിങ്ങനെ തോളത്തിട്ട് നിൽക്കും. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട്. കാരണം എന്താ? ഫാത്തിഹയ്ക്ക് വേണ്ടി മാത്രം ഒരു തലമറയ്ക്കും. ആ സമയം വരെ ആരുമില്ല അവിടെ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു പെണ്ണിന് എവിടെ പോയാലും തലയുടെ ഒരു മുടി പോലും പുറത്ത് കാണിക്കാൻ പറ്റൂല. അപ്പൊ ആ വിശ്വാസത്തിന്റെ സൂക്ഷ്മത കുറവ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ തോന്നുന്നത്. വിശ്വാസത്തിന്റെ സൂക്ഷ്മത കുറവ് കൊണ്ടാണ് ഇങ്ങനെ നടക്കാൻ തോന്നുന്നത്. പള്ളി കാണുമ്പോൾ മാത്രം ഒരു പ്രത്യേക ഭയം. ചില ആൾക്കാരെങ്ങനെയാണ്, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് അങ്ങോട്ട് കയറുമ്പോ അത് ഭയങ്കര തക്കവയിലൊരു ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത സൂതി പോയിന്റെ പോക്കറ്റിന്റെ പൈസ വേണം, അതിന് നോക്കിയിട്ട് വരവാനില്ല. അങ്ങനെ ഇതല്ലെങ്കിൽ പോലും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയാലോ പള്ളിയുടെ നടയിൽ കച്ചവടം ചെയ്യുന്നവൻ ത്രാസിന്റെ അടിയിൽ 2 കിലോ പഞ്ചസാര ചോദിക്കുമ്പോ 1.5 കിലോ മാത്രമേ തൂങ്ങുള്ളൂ. 1/2 കിലോ പടി അടിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കാൻ. ഇവനാണ് പള്ളിക്കകത്ത് ഇപ്പൊ പൊതുക്കോപം പറഞ്ഞത്. കാരണം എന്തേ? പള്ളിക്കകത്ത് മാത്രം ഉള്ള അള്ളാഹുവിനെ മാത്രമേ അവന് പരിചയമുള്ളൂ. മാമരുഭൂമിയും മരതകാടും തീർത്തവനേ തമ്പുരാനെ, മലരും മലരിൽ മണവും മധു തീർത്തവനേ യാദൽ ജലാലെ. മാമരുഭൂമിയും മരതകാടും തീർത്തവനേ തമ്പുരാനെ, മലരും മലരിൽ മണവും മധു തീർത്തവനെ യാദൽ ജലാലെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പരമാധികാരിയെ, സർവാധികാരിയെ, ആകാശങ്ങളെ നിയന്ത്രിക്കുന്നവനെ, പ്രപഞ്ചങ്ങളെ നിയന്ത്രിക്കുന്നവനെ, വാനലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങള്, താരകക്കൂട്ടങ്ങളെ, ഗോളാന്തരങ്ങള് അടർന്നു വീട് പടിഞ്ഞാറങ്ങാടിയുടെ തലയ്ക്കുകളിൽ തകർന്നു വീഴാതിരിക്കാ ഒരു കൈക്കുമ്പിൾ കാത്തു സൂക്ഷിക്കുന്ന സൃഷ്ടാവാല പടച്ചവരെ, ഒരു കോടി അൽഹംദുലില്ലാ പറഞ്ഞാലും മതി വരൂല അല്ലാഹ്. ഈ വിശ്വാസികളായ നമ്മുടെ ശരീരത്തിന്റെ ജനലുകളിലൂടെ സഞ്ചരിക്കുന്ന, ഉള്ളറയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തുള്ളിയെ പോലും മനുഷ്യരെന്ന് പടക്കാൻ കഴിയുന്നില്ല. അത്ഭുതമേ മനുഷ്യൻ, അത്യത്ഭുതമേ മനുഷ്യൻ. മന്നറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അലി റളിയല്ലാഹു തആല പറഞ്ഞത്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആര് തന്റെ ശരീരത്തെ അറിഞ്ഞുവോ അവനവന്റെ റബ്ബിനെ അറിഞ്ഞു എന്നാണ്. എന്തു ഭംഗിയാണ്! നമ്മൾ കണ്ണാടിയുടെ മുമ്പ് പോയി നോക്കണം. നമ്മളത്ര ഭംഗിയൊന്നുമില്ല സാറേ. കോങ്കണ്ണിയാണെങ്കിലും മൂക്ക് ചപ്പിയാണെങ്കിലും പല്ലുന്തിയവനാണെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ നിനക്ക് നിന്റേതായ ഒരു സൗന്ദര്യം അള്ളാഹു വരച്ചു വെച്ച് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ പോലെ ഏതൊക്കെ രീതിയിൽ. അള്ളാഹുവേ, ഞാൻ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, റഹ്മാനെ അനുഭവിച്ച് പാഠം പഠിച്ചു, നിർത്തി, എല്ലാം ഫുള്ള് ക്യാൻസൽ. എന്തൊക്കെയാ എല്ലാ സംഘടനക്കാരുടെ അതിന്റെ മണ്ടയിൽ കൊണ്ട് വരികയും എല്ലാവരുടെ വാക്കുകൾ അടിച്ചു കയറിക്കൊള്ളയാണെന്ന് പറഞ്ഞെടുത്ത് ഉസ്താദുമാരെ കുരങ്ങിന്റെ മോഡലിൽ ഫോട്ടോ വരച്ചിട്ട് ബൈക്കിന്റെ പുറകിൽ, എന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തിക്കൊണ്ടു പോവാണ്. ഫേസ്ബുക്കിലാണ് ഇതൊക്കെ, ഫേസ്ബുക്കിലാണ്. എവിടെയെങ്കിലും യാദർശികമായിട്ട് ഇപ്പോ പിന്നെ പ്രസംഗത്തിൽ പോകുന്ന വഴി വാഹനത്തിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഷാളൊക്കെ അയച്ചു വെച്ച് തൊപ്പിയും കൂരി ഏതെങ്കിലും പിന്നെ കടലിന്റെ ഭാഗത്തോ സമുദ്രത്തിന്റെ ഭാഗത്തോ വന്നിരുന്ന എവിടെ നിന്നെങ്കിലും അരമണിക്കൂർ കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ
ബാക്കി കടപ്പുറത്തിരുന്ന് സിഗരറ്റ് വലിക്കുന്നത്, കയ്യിൽ ചിലപ്പോ ഇറച്ചിയിലത് കുത്തിക്കളയാൻ വേണ്ടി കമ്പ് വെച്ചിരിക്കുന്നതായിരിക്കും. സിഗരറ്റ് ആക്കാൻ വലിയ താമസമൊന്നും വേണ്ട ഫേസ്ബുക്കിൽ. അങ്ങനത്തെ കാലമാണ്. ഞാൻ എന്തായാലും എന്റെ 2 സ്റ്റോണ്ട് ഉണ്ടായിരുന്നു, ഫുള്ള് ക്യാൻസൽ. എല്ലാം പരിപാടികളെ കുറിച്ച് അറിയിക്കാതെ ഒരു സൗഹൃദമായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ നമ്മൾ തോറ്റുപോകണ്ടെന്ന് പറഞ്ഞു ചെയ്തതാ. തോറ്റ് തൊപ്പിയിട്ട് പോയി, സമ്മതിച്ചു. വല്ലാത്ത അത്ഭുതം തന്നെ, വല്ലാത്ത അത്ഭുതം. അതിലിങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ കാണാം. എത്ര കോന്നന്മാരാണെങ്കിൽ ചരിഞ്ഞ് നിൽക്കുന്നു, മലന്ന് നിൽക്കുന്നു, ഏതൊക്കെ മോഡലിലാ നിൽക്കണേ. അങ്ങനെ നിന്നിട്ട് ഭാര്യയുടെ കൂടെ നിൽക്കുന്നു, മക്കളുടെ കൂടെ നിൽക്കുന്നു. എല്ലാരും ഇങ്ങനെ നിരത്തി, ഇതൊക്കെ പെങ്ങന്മാരാണ്, ആരെങ്കിലും വന്ന് പെട്ടെന്ന് കൊണ്ടുപോകണം, നിറഞ്ഞു നിൽക്കാണ് പോലെ എന്നൊക്കെ പറഞ്ഞ് നിരത്തി ലോകം മുഴുവനും കാണാൻ അവന്റെ പെങ്ങന്മാരെയും ഭാര്യയും പെമ്പറന്നൂത്തിയും പെൺമക്കളെയൊക്കെ ഫോട്ടോ നിരത്തിപ്പെടുത്തിയിരിക്കുകയാണ്. ആഭാസമാണ് പെൺകുട്ടികളുടെ ഫോട്ടോ ലോകത്തുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഫേസ്ബുക്കിലൂടെ അയച്ചു കൊടുക്കുന്നത് വളരെ പാതകമാണ്. സമുദായത്തിന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സൗന്ദര്യം വളരെ വലുതാണ്. ലോകത്ത് ഏറ്റവും അധികം സൗന്ദര്യമുള്ളത് മനുഷ്യരാണ്. ലോകത്ത് ഏറ്റവും അധികം സൗന്ദര്യമുള്ളത് മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അല്ലാഹുവിനെ തിരിച്ചറിയുക. കടന്നു വന്നുപോയ വഴിത്താരകളെ തിരിച്ചറിയാത്ത മനുഷ്യന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വിപ്ലവ പ്രഖ്യാപനം നടത്തുകയാ. മനുഷ്യ പറന്നു പോകല്ലേ, കടന്നു വന്നുപോയ വഴിത്താരകളെ തിരിച്ചു പോകല്ലേ. ഒരു 10-35 കൊല്ലത്തിന് മുമ്പ് നൗഷാദ് ബാഖവിയില്ല. അത് നൗഷാദ് ബാഖവി ഈ പ്രായത്തിന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിലോട് നടക്കുന്ന ചെറുപ്പക്കാരാ, കടകമ്പോളത്തിൽ നിന്ന് അഹങ്കാരത്തിന്റെ വാക്കുകൊണ്ട് അഹംഭാവത്തിന്റെ പർവ്വതം കയറുന്ന പൈശാചികതയുടെ പ്രേരണ കൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്ന യുവത്വമേ, എന്തൊക്കെ വാക്കുകളാ നീ പറയുന്നത്? നിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാനെന്ന് അഹങ്കാരത്തിന്റെ വാക്ക് നീ പറയുന്നില്ലേ? ആ നിന്നോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ ചിന്തിച്ചുകൊള്ളുക. നിന്നെക്കുറിച്ചൊന്നും പറയപ്പെടാത്ത ഒരു കാലഘട്ടം, നിന്റെ പേരോ നിന്റെ നാളോ നിന്റെ ചിന്തയോ നിന്റെ ചിത്രമോ നിന്റെ മുഖമോ നിന്റെ ഭാവമോ നിന്റെ രൂപമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നീ എപ്പോഴും ചിന്തിക്കണം. ഇൻസാൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒരർത്ഥം തന്നെ വന്ന വഴി മറന്നു പോകുന്നവൻ എന്നാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. പാസ്പോർട്ട് കിട്ടുന്നത് വരെ കരഞ്ഞ് നെഞ്ചത്തടിച്ച് ദുആ ചെയ്യും, നിലവിളിക്കും. യുഎഇയിൽ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുന്ന കണ്ടപ്പോൾ അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞതാ, ഇവരൊക്കെ പാസ്പോർട്ടിന് വേണ്ടി ദുആ ചെയ്യും, ലൈസൻസിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ, യുഎഇയുടെ ലൈസൻസിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ. ഞാൻ എന്താ എങ്ങനെ പറയാൻ കാരണം, അങ്ങനെ ഇവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി സൂക്ഷ്മത ഇവർക്ക് കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ, ഈ ലൈസൻസ് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഇനി ദുബായ് മുഴുവൻ ഇടിഞ്ഞു തകർന്നാലും ഇവരറിയത്തില്ല. അത്രയ്ക്ക് ഇഖ്ലാസിലിരിക്കുന്നു. കാരണം ഇവന്റെ ജീവിത പ്രശ്നമാണത്. അപ്പൊ അങ്ങനെ എന്റെ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അല്ലാഹുവിനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് മാത്രമല്ല, വന്ന വഴി മറന്നുപോകുന്ന മനുഷ്യനായാൽ അവസാനം പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ചിന്ത പോലും നമുക്കുണ്ടാവുകയില്ല. പാസ്പോർട്ടിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ്, ലൈസൻസിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ്, നല്ല ജോലിക്ക് വേണ്ടി നിലവിളിച്ച് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കാണിക്കുന്നൊരു നന്ദികേടാണ്. ഇതാണ് വന്ന വഴി മറന്നവർ എന്ന് പറയുന്നത്. ചിലപ്പോഴങ്ങനെയാണ്. ഇപ്പോ ചെയ്യുന്നവരാ. ഞങ്ങൾ ചിന്ത എങ്ങനെ പറയാൻ കാരണം, അങ്ങനെ ഇവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി സൂക്ഷ്മത ഇവർക്ക് കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ, ഈ ലൈസൻസ് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഇനി ദുബായ് മുഴുവൻ ഇടിഞ്ഞു തകർന്നാലും ഇവരറിയത്തില്ല. അത്രയ്ക്ക് ഇഖ്ലാസിലിരിക്കുന്നു. കാരണം ഇവന്റെ ജീവിത പ്രശ്നമാണത്. അപ്പൊ അങ്ങനെ എന്റെ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അല്ലാഹുവിനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് മാത്രമല്ല, വന്ന വഴി മറന്നുപോകുന്ന മനുഷ്യനായാൽ അവസാനം പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ചിന്ത പോലും നമുക്കുണ്ടാവുകയില്ല. പാസ്പോർട്ടിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ്, ലൈസൻസിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ്, നല്ല ജോലിക്ക് വേണ്ടി നിലവിളിച്ച് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കാണിക്കുന്നൊരു നന്ദികേടാണ്. ഇതാണ് വന്ന വഴി മറന്നവർ എന്ന് പറയുന്നത്. ചിലപ്പോഴങ്ങനെയാണ്.
ഇപ്പോ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ 10-15 കൊല്ലമൊക്കെ ഇൽമു പഠിച്ച് ഡിഗ്രി എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ ഉസ്താദിന്റെ മുമ്പിലൂടെ സ്ലോ മോഷനിൽ നടന്നു പോകും. ഉസ്താദിനും പിന്നെ അവന് പ്രശ്നമില്ല. കാരണം എന്താ, നമ്മളിപ്പോ വലിയ പ്രഭാഷകന്മാരാണ്, ഉസ്താദിനൊന്നും അറിയത്തില്ലല്ലോ. ഉസ്താദിനൊന്നും അറിയത്തില്ല. ഞാനിപ്പോ അടുത്ത് കാപ്പിൽ ഉസ്താദിനെ കാണാൻ പോയി. എന്റെ ഗുരുനാഥന 1 വർഷത്തോളം അൻവരി അറബി കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഗുരുനാഥൻ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ചെന്നപ്പോ ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നു, ഒരു അത്രയൊക്കെ കൊണ്ട് കൊടുത്തു. ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നപ്പോ എന്റെ കൈ ഇങ്ങനെ വിളിച്ച് ഉസ്താദിന്റെ 2 കൈകൾക്കിടയിൽ ഇങ്ങനെ വെച്ച് കുറെ നേരം ഇരുന്നിട്ട് എന്നോട് ചോദിക്കാൻ, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം പോത്തെന്ന് വിളിച്ചിട്ടുണ്ടാണ്? ഉസ്താദ് എങ്ങനെ വിളിക്കുക? പോത്തെ എല്ലാവരോടും പറയും, സ്നേഹമുള്ളവരോടാണ് കൂടുതൽ എങ്ങനെ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് മോനെ, ഒക്കെ പൊരുത്തപ്പെടണം എന്ന് ഉസ്താദ് ഇങ്ങോട്ട് പറയണം. അല്ലാഹു തആല ആ ഉസ്താദിനെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരുടെയൊക്കെ മുന്നിൽ ഈ ലോകത്തുള്ള സർവ്വരും വട്ടപൂജ്യമാണ്. അത്രത്തോളം ഇന്നും തഖ്വയും ഉണ്ടായിട്ട് ആ ജീവിതത്തിന്റെ പ്രത്യേകതയും താഴ്മയും വളരെ ഗൗരവത്തോടെ ഈ സമുദായത്തിന്റെ ആലിമീങ്ങളും മുത്തഅലിമീങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് തന്നെ വന്നവടി മറക്കാൻ പാടില്ല. അല്ലാഹു പടച്ചതമ്പുരാ നമുക്ക് തന്ന സൗഭാഗ്യം കൊണ്ട്, കൊട്ടാരം കൊണ്ട്, പവർ കൊണ്ട്, സഹോദരിമാരെ, പഴയകാലത്ത് അല്ലാഹു തന്ന കഷ്ടപ്പാടിന്റെ അവസരങ്ങളെ മറന്നുപോകല്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് കൊണ്ടുവരേണ്ടത് ഇബാദത്തിന്റെ സൂക്ഷ്മതയാണെങ്കിൽ ആ സൂക്ഷ്മത കൈവരിക്കാൻ ആദ്യം വേണ്ടത് വിശ്വാസത്തിന്റെ സൂക്ഷ്മതയാ. കറകളഞ്ഞു പോയ വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്ത് സംഭവിച്ചാലും എന്റെ വിശ്വാസത്തിൽ ഞാൻ താഴോട്ട് പോകില്ല. നാളെ പറക്കുളം പള്ളിയിലോ ഇടപ്പാട് പള്ളിയിലോ പടിഞ്ഞാറങ്ങാട് പള്ളിയിലോ സുബഹി നിസ്കാരത്തിന് വരുമ്പോൾ 1,00,000 രൂപ വെച്ച് സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് വരുന്നവർക്ക് തരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. എന്നാൽ ലുലുവിന്റെ യൂസുഫ് അലി ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. കാരണം പുള്ളിയുടെ കയ്യിൽ കാശുണ്ടെന്ന് നിങ്ങൾക്കറിയാം. യൂസുഫ് അലി പറയാം, നാളെ ഇവിടുത്തെ ഒരു ടൗൺ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന്റെ അവ്വൽ ജമാഅത്തിന് വരുന്നവർക്ക് ഞാൻ 1,00,000 രൂപ വെച്ച് തരാമെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന് ചോദിക്കും, ഇപ്പൊ നേരെ പോവാണോ അത് സുബഹി കഴിഞ്ഞ് പോകണമെന്ന്. ഇപ്പൊ പോവാണോ അതേ സുബഹി കഴിഞ്ഞ് പോകണമെന്ന് ചോദിക്കും. കാരണം എന്തേ, ആ സമയത്ത് കിട്ടും എന്ന് നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെ എത്ര പ്രതിഫലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എത്ര വഖ്ത് നിസ്കാരം ഖളാവുണ്ട്? ഒരു വഖ്ത് നിസ്കാരം ഖളാ ആക്കിയാൽ 1 ഉഖ്ബ ശിക്ഷയാണ്. 1 ഉഖ്ബ എന്ന് പറഞ്ഞാൽ എത്രയാ? 2,88,00,000 വർഷം അല്ലാഹുവിന്റെ നരകത്തിൽ കിടക്കണം. അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരു ജുമുഅ നിസ്കാരം കൊണ്ട് ഈമാനെ പൂർത്തീകരിച്ചവരാണ് പലരും. പെരുന്നാളിന്റെ കാലുകളെ മുണ്ടും ധരിച്ചുകൊണ്ട്, പെരുന്നാളിന്റെ പള്ളിക്കാതും വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളുടെ മനോഹരമായ കുഞ്ഞുടുപ്പും ധരിപ്പിച്ച് വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോ 1 വർഷത്തിൽ 2 പ്രാവശ്യം പടച്ചോന്ന് പള്ളിക്കകത്ത് കയറുമ്പോ നിന്റെ ഈമാൻ പൂർത്തിയായെന്ന് കരുതുന്ന സഹോദരാ, 1 വഖ്ത് നിസ്കാരം ഖളാക്കി കഴിഞ്ഞാൽ സുബഹി നിസ്കരിക്കാതെ 9 മണി വരെ 10 മണി വരെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, 1 മണിക്ക് നൗസാദ് ബാഗുരുടെ പ്രഭാഷണം കിടഞ്ഞു പോയപ്പോ ഉറങ്ങിപ്പോയതാ. പടച്ചോരോട് പറയാൻ കഴിയില്ല. പെരിന്തൽമണ്ണ പോയപ്പോ, പട്ടിക്കാട് പോയപ്പോ, പാണ്ടിക്കാട് പോയപ്പോ, മലപ്പുറത്ത് പോയപ്പോ, പൂക്കോട്ടൂര് പോയപ്പോ, പടിഞ്ഞാറങ്ങാടിയിൽ പോയപ്പോ, പറക്കുളത്ത് പോയപ്പോ, ഇടപ്പാട് പോയപ്പോ, പൊന്നാടിയിൽ പോയപ്പോ, പഴയങ്ങാടിയിൽ പോയപ്പോ, പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ സമയം വൈകിപ്പോയി. അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. എന്നും അങ്ങനെ ഉറങ്ങിപ്പോയ പരാതിയുമായി പടച്ചോന്റെ മുമ്പിലെത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സ് വെക്കണ്ട. കഴിയുമായിരുന്നല്ലോ, എത്ര രാത്രികൾ നമുക്ക് സാധിക്കുമായിരുന്നു, ചെയ്തില്ലല്ലോ. 1 വഖ്ത് നിസ്കാരം ഖളാക്കുന്നവന് 2,88,00,000 വർഷമാണ് അല്ലാഹുവിന്റെ നരകത്തിനകത്ത് വെമ്പരിയുന്നതെങ്കിലും എന്റെ പെങ്ങളെ, പടിഞ്ഞാറങ്ങാടിയുടെ ഭാഗത്ത് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയിട്ട് ആ കല്യാണത്തിന് 10 മണിക്ക് പുറപ്പെട്ട് നീ വൈകുന്നേരം 6 മണിക്ക് മടങ്ങി വന്നപ്പോ ഇവിടുന്നാ പെങ്ങളെ നിസ്കരിച്ചത്, ഇവിടുന്നാ നിസ്കരിച്ചത്. പിന്നെ കല്യാണത്തിന് പോയതുകൊണ്ട് നിസ്കാരം ഖളാക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയുക, ജീവിതം പെട്ടെന്ന് തീർന്നു പോകും. 1000കണക്കാർ ഈ പറക്കുളം സെന്ററിൽ തടിച്ചു പോയ ചെറുപ്പക്കാരോട് പറയുക, ജീവിതം പെട്ടെന്ന് അവസാനിച്ചു പോകും പോലെ. ഓടിച്ചു കൊണ്ടുപോകുന്ന ബൈക്കൊന്ന് ചരിയുമ്പോ, യാത്ര ചെയ്യുന്ന വാഹനമെന്ന് പറയുമ്പോ, വീട്ടിന്റെ അകത്തെ ബാത്റൂമിന്റെ ഗ്രാനൈറ്റിലൊന്ന് കാലുകളൊന്ന്
കഴിക്കുന്നുണ്ടോ, കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ വിഷാംശമുള്ളിലേക്ക് കിടക്കുന്നുണ്ടോ, പരിപാലിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി മരുന്ന് മാറി കുത്തിവെക്കുന്നുണ്ടോ, പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോ ക്യാൻസറാണെന്ന് പറയുമ്പോ, തകരാറാണെന്ന് പറയുമ്പോ, ട്യൂമറാണെന്ന് പറയുമ്പോ, വാൽവ് ഹോൾ വീണെന്ന് പറയുമ്പോ, മാരകമായ രോഗങ്ങളും കൊണ്ട് വെളിയാളിന്റെ ചെറിയ പുറത്ത് പൊട്ടിത്തകർന്ന മനസ്സുമായി പൊട്ടിക്കരന്നുകൊണ്ട് ജീവിക്കേണ്ടെന്ന സാഹചര്യം വരുമ്പോ നഷ്ടപ്പെട്ടുകൂടെ വിവാദത്തോടെ മടക്കിയെടുക്കാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നമുക്ക് സാധിക്കില്ല പോലെ അതുകൊണ്ട് തീരുമാനിക്കുന്നോടെ ഭാഗം ഏത് സംഘടനയാവട്ടെ മീറ്റർ കൊണ്ടളക്കണ്ട. ഒരുമിച്ച് ഓടിയ ചെറുപ്പക്കാരോട് പറയുന്നു, ഈ രാത്രി നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ച ജീവിതത്തിൽ ആർജവത്തോടെ കർത്താവിന്റെ മുന്നില് അഭിമാനത്തോടെ സുജൂദ് ചെയ്യാനുള്ള പാഠം പഠിച്ചെന്ന് പറയാനുള്ള ഈ മാലിക എളുപ്പന്റെ ചെറുപ്പക്കാർക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വഖ്ത് നിസ്കാരം കളാക്കിയാൽ 2,88,00,000 വർഷം അള്ളാന്റെ നരകത്തിൽ കിടക്കും. കണക്ക് കൂട്ടിയാൽ തീരില്ല. തൗബ ചെയ്തു മടങ്ങി ഓരോ വഖത്തിന്റെ കൂടെ ഓരോ വഖ്ത് നിസ്കാരം കളാ കിട്ടിയിട്ട് ഇനി എങ്ങനെ ഉണ്ടാവില്ല റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുതിയ ഒരു ആരാധനയുടെ ചൈതന്യത്തിലേക്ക് മടങ്ങി വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുക്കമല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് നിസ്കാരക്കാർക്ക് കൊടുക്കുന്ന സർവ്വ പുണ്യവും അള്ളാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദീയത്തെ കബൂലാക്കട്ടെ. പറയാൻ കഴിയില്ല. ഈ വേദിയിലൊക്കെ ചിലപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ നിറ സാന്നിധ്യത്തിന്റെ പേരിൽ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പുണ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ? രക്ഷപ്പെട്ടു. അപ്പൊ ഒരുപാട് ഇങ്ങനെ കുഞ്ഞിന്ന് വാങ്ങുന്ന നടുവേദന എടുക്കും. മയക്ക് വളരെ പൊക്കം കുറവാണ്. അപ്പൊ ഇബാദത്തിന്റെ സൂക്ഷ്മതയ്ക്ക് എന്ത് വേണം? പലരും പറയാറുണ്ട്, സാറേ നിസ്കരിക്കാതെ നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഒരുപാട് കാര്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ സീരിയലിന്റെ സമയം മാറ്റിയോ? സഹോദരൻ നമ്മൾ ചിന്തിക്കണം. 9 എന്ന് പറഞ്ഞിട്ട് പിന്നെ 9 ആക്കിയോന്ന് അറിയാൻ പറ്റും. അങ്ങനെ ചിന്തിക്കണം പെട്ടെന്ന്. ഇപ്പൊ ചെറുപ്പക്കാരെ പള്ളിക്കകത്ത് നിൽക്കറിയാം അല്ലാഹു അക്ബർ കാത്തി ആണോ അസ്സലാണോ ഊറില്ലേ? ഇങ്ങനെ നമുക്ക് നിസ്കാരം എന്ന് പറയുന്നത് മറന്നുപോയ കാര്യങ്ങളെ ഓർക്കാനുള്ള ഒരു ഓഫീസ് ആയിട്ട് നമ്മൾ കാണും. ഈ വിവാദത്തിൽ സൂക്ഷ്മത വരണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? എന്താ? അർത്ഥമറിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും കൂടെ ചെയ്യുക. അർത്ഥം പറഞ്ഞില്ല. ഇപ്പൊ എന്റെ കൂടെ അജ്മീർ കൂടുതൽ ഹിന്ദിയാണല്ലോ. എന്റെ കൂടെ അജ്മീർ വന്നപ്പോ നമ്മൾ 3-4 ഉസ്താദുമാരുണ്ടായിരുന്നു. കൂടെ ഒരു മുത്തൈലിമും ഉണ്ടായിരുന്നു. അപ്പൊ അജ്മീർ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിരുന്ന കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ബഖ്തിയാറുക്കാക്കി റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്തൊക്കെ പോയി അല്ലാഹു തആല അവിടെയൊക്കെ പൊരുത്തം നമുക്ക് തരട്ടെ. അപ്പൊ അവിടെ നടന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ആ മുത്താലിമിനോട് ഭയങ്കര ഹിന്ദി സംസാരം. മൂപ്പരിങ്ങനെ ഒന്നും അറിയത്തില്ല. ശരി. അവസാനം അയാൾ എന്തോ കൊണ്ട് ചോദിച്ചപ്പോ അങ്ങനെ പറയാം, ഹിന്ദി നെഹിയെ ഹിന്ദി നെഹിയെ. മറ്റാൾ അത്ഭുതപ്പെട്ടു. ഹിന്ദി നെയ്യുന്നോണ്ട് ഹിന്ദി സംസാരിക്കാൻ വരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. രക്ഷപ്പെട്ടത് മഹാന്മാരുടെ കറാമത്തുണ്ട്. അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു. അർത്ഥം പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത രസമാണ്. അർത്ഥം പറഞ്ഞാൽ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ഇബാദത്ത് ചെയ്യുമ്പോൾ അർത്ഥം പറഞ്ഞാൽ, ആരാധന ചെയ്യുമ്പോൾ അർത്ഥം പറഞ്ഞാൽ. ഇപ്പൊ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു വലിയവൻ എന്നാണ്. ഇനി ഇപ്പൊ നിസ്കാരത്തിന്റെ ഭാഷയൊക്കെ മാറ്റി അല്ലാഹു ബഡാഹെ എന്നൊക്കെ പറയും. ചിലപ്പോ ഇങ്ങനെ ഭാഷ മാറിക്കൊണ്ടിരിക്കുക. മലയാളം, ഹിന്ദി, ഉറുദു, സംസ്കൃതം ഒക്കെ ആയി മാറുന്നു. കാരണം പുരോഗമനത്തിന്റെ കാര്യമല്ലേ ഉസ്താദ്? പണ്ടത്തെ അറബി കൊണ്ടിരുന്ന പറ്റൂ എന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ ഇറക്കി അങ്ങനെയാണ്. ആയിക്കോട്ടെ, അതിപ്പോ അവരെ നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ട. അവര് സ്വന്തമായിട്ട് അടിച്ച് എത്തങ്ങ് തീർന്നു. അപ്പൊ അങ്ങനെ അല്ലാഹു ബഡാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹു വലിയവൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു വലിയവൻ എന്ന് പറഞ്ഞ് കൈകെട്ടുകയാണ്. പിന്നെ വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ഇതിന്റെ ഒക്കെ അർത്ഥം നമുക്കറിയുമെങ്കിൽ വേറൊന്നും ചിന്തിക്കാതെ നമുക്ക് പിന്നെ സമയം കിട്ടില്ല. വേറൊന്നും ആലോചിക്കാനുള്ള നേരം നമുക്ക് ലഭിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെയുള്ള ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ യഥാർത്ഥ വിശ്വാസിയുടെ ഇബാദത്ത് കടന്നു വരിക. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. കന്നക തറാ, അല്ലാഹുവിനെ കാണുന്ന പോലെ ഇബാദത്തിന് വേണ്ടി പടച്ചോന്റെ മുമ്പ് നിൽക്കുമ്പോ സർവാധിനാഥനാണ് പടച്ചതമ്പുരാനോടുള്ള മുനാജത്താണ്, അഭിമുഖമാണ് നിസ്കാരമെന്ന് പറയുന്നത്.
അസ്സലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ. നിസ്കാരം എന്ന് പറയുന്നത് പടച്ചവനോടുള്ള അഭിമുഖമാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്യുമ്പോ അല്ലാഹനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുക. മദീനയുടെ മണവാളന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു വഖത്ത് നിസ്കാരം പോലും ഒരു റക്അത്ത് പോലും കരയാതെ നിസ്കരിച്ചിട്ടില്ല. ഇപ്പോഴും കരച്ചിലാണ്, എപ്പോഴും കരച്ചിലാണ്. ഏറ്റവും കൂടുതൽ നിസ്കാരത്തിന് കരഞ്ഞെടുപ്പെടുന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് രോഗിയായി പരിപാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ നടക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയാ. ആരാ പ്രവാചകൻ എന്ന സ്ഥലത്ത് നിൽക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഉമറേ നിൽക്കുമോ? ഉമറേ എനിക്ക് കഴിയുന്നില്ല ഉമറേ, എനിക്ക് കഴിയുന്നില്ല ഉമറേ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാ, സാധിക്കുന്നില്ല ഉമറേ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഇമാമത്തിൽ എന്ന സ്ഥലത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു